ഹലോ, ഇന്നത്തെ ഒരു വീഡിയോയിൽ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തിട്ട് സാരിയുടെ മുന്താണി പ്ലീറ്റ്സ്, അതായത് ചെസ്റ്റ് പ്ലീറ്റ് എടുക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലീറ്റ്സ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ ചോക്കും ഒരു വലിയ പിന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുന്താണി ഭാഗം എടുക്കാം. മുന്താണി ഭാഗം ഇതുപോലെ നല്ല വശം മേളിലാക്കി ഇട്ടിട്ടുണ്ട്. ഇത് നല്ല വശമാണ്. ഇത് അതിൻ്റെ അകത്തോട്ട് പോകുന്ന വശം, ഉൾവശം. അപ്പോൾ ഈ ഒരു ബോർഡറിന് നല്ല വീതിയുണ്ട്. അപ്പോൾ ഇതാണ് ആദ്യത്തെ പ്ലീറ്റായിട്ട് വരുന്നത് കേട്ടോ. ഇവിടെ ഞാൻ ആദ്യത്തെ പ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ 4 വിരലിലാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള പ്ലീറ്റ്സ് 3 വിരലിൻ്റെ അളവിലാണ് എടുക്കുന്നത്. അത് 3 വിരൽ ഇതുപോലെ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ വിരലുകൾ വെച്ചിട്ട് മാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, വിരലിൻ്റെ വീതിയിൽ ഒരു ഈർക്കിളിയോ അല്ലെങ്കിൽ ചെറിയൊരു കമ്പോ വെച്ചിട്ട് ഒന്ന് ഒടിച്ചിട്ട് അതിൻ്റെ അളവിൽ ഇതുപോലെ മാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് ഇത് കഴിയുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ മാർക്കിംഗ് ഇവിടെ കഴിഞ്ഞു, കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പിന്ന്, വലിയ പിന്ന് തന്നെ എടുക്കണം. അപ്പോൾ ആദ്യത്തെ പ്ലീറ്റ്സ് എടുക്കാൻ പോവാണ് കേട്ടോ. ആദ്യത്തെ പ്ലീറ്റിൻ്റെ അവിടെ ഇതുപോലെ കുത്തിയെടുക്കുക. ബാക്കിയുള്ള പ്ലീറ്റ്സ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നില്ലേ, അതിൽ ഒന്നിടവിട്ടുള്ള പ്ലീറ്റ്സുകളാണ് കുത്തിയെടുക്കേണ്ടത് പിന്നിൽ. അതായത് ഒരു എണ്ണം താഴോട്ട്, അടുത്ത മാർക്കിങ് മേളിലോട്ട്, പിന്നെ അതിന് ശേഷം വരുന്ന മാർക്കിങ് താഴോട്ട് പോകണം. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് പ്ലീറ്റ്സ് കിട്ടുക കേട്ടോ. അതാ ഇത് ഒരെണ്ണം താഴോട്ട് പോയി, അടുത്തത് മേളിലോട്ട്, പിന്നെ അടുത്ത മാർക്കിങ് താഴോട്ട്, അടുത്ത മാർക്കിങ് മേളിലോട്ട്, ഇതുപോലെ മുഴുവനായിട്ട് സേഫ്റ്റി പിന്നിൽ ഇതുപോലെ കുത്തിയെടുക്കുക പ്ലീറ്റ്സ്. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് സാരി എടുക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. നല്ല എക്സ്പേർട്ടായവർക്ക് ഇതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. കയ്യിൽ സാധാരണ നോർമൽ പ്ലീറ്റ്സ് എടുക്കുന്ന പോലെ തന്നെ എടുക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ലാസ്റ്റത്തെ ഒരു പ്ലീറ്റ് ഉണ്ട്, ആ പ്ലീറ്റ് ഒന്ന് ചെറുതാക്കിയിട്ട് മേളിലോട്ട് വരുന്ന രീതിയിൽ തന്നെ വെക്കാൻ നോക്കാം. അതായത് നമ്മുടെ ഫസ്റ്റ് പ്ലീറ്റ് താഴോട്ടായിരിക്കും, പിന്നെ ഈ ലാസ്റ്റത്തെ പ്ലീറ്റ് ഉണ്ടല്ലോ അത് മേളിലോട്ട് വരുന്ന രീതിയിലാക്കുക. ഇനി ആ സേഫ്റ്റി പിൻ മാറ്റിയിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക പ്ലീറ്റ്സ്. അപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യണത് നമ്മൾ പെർഫെക്റ്റായിട്ട് പ്ലീറ്റ്സ് കുത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം. നല്ല പെർഫെക്റ്റ് ഉള്ള പ്ലീറ്റ്സ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എടുത്തേക്കുന്ന പ്ലീറ്റ്സൊക്കെ ഇതുപോലെ കുത്തി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ 2-3 വീഡിയോസിൽ ഇതുപോലെ പ്രീ പ്ലീറ്റിംഗ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ ഒരു രീതിയാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് പ്ലീറ്റ്സ് ഇതുപോലെ കുത്തി നിർത്തിയിട്ടാണ് ഞാൻ ബാക്കിയുള്ള പ്ലീറ്റ്സ് മേളിലോട്ട് ഉയർത്തിയിട്ട് സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. സാരി ഉടുക്കുന്ന എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കില്ല സാരി ഉടുക്കുന്നതും പിന്നെ സാരി പ്ലീറ്റ്സ് എടുക്കുന്നതൊക്കെ. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് പ്രീ പ്ലീറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും എളുപ്പമായിട്ട് തന്നെ തോന്നും. പെട്ടെന്ന് നമ്മൾ മറ്റ് രീതികൾ ഉപയോഗിക്കുന്നേക്കാളും ഈ ഒരു രീതിയാകുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് സാരി പ്ലീറ്റിങ് ചെയ്യാൻ പറ്റുന്നുള്ളൂ, പ്രീ പ്ലീറ്റിംഗ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ എടുത്തേക്കുന്ന പ്ലീറ്റ്സ് വേഗം സേഫ്റ്റി പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കാനും പറ്റും. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കമൻറ്റ്സ് ഉണ്ടായിരുന്നു, സാരി ഉടുക്കാൻ ഇഷ്ടമാണ് പക്ഷേ പ്ലീറ്റ്സ് ഇട്ടാൽ ശരിയാവില്ല, ഉടുത്താൽ ശരിയാവില്ല എന്നൊക്കെ. അപ്പോൾ പിന്നെ ആദ്യമായിട്ട് എടുക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടി യൂസ്ഫുൾ ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ട്രിക്ക് നിങ്ങൾ കാണിച്ചു തരുന്നത് കേട്ടോ. സാരി ഉടുത്ത് ശീലമുള്ളവർക്കൊന്നും ഇങ്ങനെ ഇതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അവരൊക്കെ എന്താ പറയുക, അപ്പോഴേ പ്ലീറ്റ്സ് എടുത്തിട്ട് സാരി ഉടുക്കുകയാണ് ചെയ്യുക. അതല്ല ഉടുക്കാൻ കൂടുതൽ സമയം എടുക്കുന്നവരോ അല്ലെങ്കിൽ ഉടുക്കാനൊക്കെ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. സമയമുള്ളപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഈ ഒരു രീതി നിങ്ങൾക്ക് ഇഷ്ടമാവും. ക്രിയേറ്റീവ്സിൽ ഇഷ്ടംപോലെ സാരി ട്രിപ്പിംഗ് വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. കാണാത്തവരുണ്ടവർ കാണുക. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് ഞാൻ കൂടുതൽ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യാം. അപ്പോൾ ഇവിടെ പ്ലീറ്റ്സൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ നീളം വേണ്ടത് അത് അത്രയും തന്നെ എടുക്കുക കേട്ടോ. അതിനുശേഷം ഈ ചെസ്റ്റിൻ്റെ ഭാഗം കവർ ചെയ്യുന്ന ഭാഗം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഒരു ഡൗട്ടും വേണ്ട, ഇങ്ങനെ എടുത്തു എന്ന് വിചാരിച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലീറ്റ്സ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവിടെ പ്ലീറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ ഇവിടെ കഴിഞ്ഞേക്കാണ്. ഇനി ഇതെങ്ങനെ ഒന്ന് വെച്ച് കാണിച്ചു തരാം. കാരണം നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് മാത്രം പോരില്ല, അതൊന്ന് എങ്ങനെയാണ് ചെസ്റ്റ് പ്ലീറ്റ് വരുന്നതെന്നും കൂടി കാണണമല്ലോ. അപ്പോൾ അതൊന്ന് വെച്ച് കാണിച്ചു തരാം കേട്ടോ. നല്ല രസമാണ്. പക്ഷേ നമ്മളിതൊന്നും തേച്ചിട്ടൊന്നുമില്ല, ഇത് തേക്കേണ്ട ആവശ്യമില്ല. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഈ സാരി ആകുമ്പോൾ അതങ്ങനെ പ്ലീറ്റ്സ് ഭംഗിയായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരു ടൈപ്പ് തുണിയാണത്. ഇത് സോഫ്റ്റ് സിൽക്ക് തുണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതങ്ങനെ പ്രീ പ്ലീറ്റിംഗ് ചെയ്യുമ്പോൾ അയണിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. അയൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ
അയണിങ് മാറ്റോ അതല്ലാന്നുണ്ടെങ്കിൽ പേപ്പറോ വെച്ചിട്ട് അയൺ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉരുക്കി പിടിക്കുന്ന ഒരു ടൈപ്പ് തുണിയാണത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഇനി ഇത് ഉടുക്കുന്ന വീഡിയോ നമുക്ക് അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ.